SFIU അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 2020-21 കാലം മുതൽ തന്നെ വിവിധ വിഷയങ്ങളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസും മകളുടെ കമ്പനിക്കും ഇടയിൽ നടന്നുവരുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള വ്യവഹാരങ്ങൾ പാർട്ടിയെ അറിയിച്ചിരുന്നോ എന്നതാണ് ഏറ്റവും പ്രധാന ചോദ്യം. നേരത്തെ നടന്നുവരുന്ന അന്വേഷണങ്ങളുടെ ബാക്കി പത്രമാണ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ മാത്രം രാഷ്ട്രീയ പ്രതിരോധത്തിനിറങ്ങാനുള്ള കാരണമെന്തെന്ന ചോദ്യവും പ്രസക്തമാണ്. SFIU അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട വീണയുടെ ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവ് നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. കമ്പനി നിയമങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് 2020-21 കാലം മുതൽ എക്സാലോജിക് കമ്പനിക്കും രജിസ്ട്രാർ ഓഫ് കമ്പനീസിനുമിടയിൽ വ്യവഹാരങ്ങൾ നടന്നുവരുന്നതായി ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. ഗുരുതര സ്വഭാവത്തിലുള്ള ഈ വ്യവഹാരത്തിന്റെ ഫലത്തെക്കുറിച്ച് എക്സാലോജിക് കമ്പനി ഉടമയ്ക്കും ബോധ്യമുണ്ടാവേണ്ടതാണ്. അത് സംരംഭക എന്ന നിലയിലുള്ള പ്രശ്നമാണെങ്കിൽ കമ്പനി ഉടമയുടെ പിതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രി നേരിടുന്നത് രാഷ്ട്രീയ ധാർമ്മിക പ്രശ്നങ്ങളാണ്. ആദായനീതി വകുപ്പിന്റെ മാസപ്പടി കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് മകളുടെ കമ്പനി അകപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാസമയം ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തെ അറിയിച്ചിരുന്നു എന്നതാണ് CPM പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന പ്രധാന ചോദ്യം. രാഷ്ട്രീയ ഭരണ നേതാവ് എന്ന നിലയിൽ പുലർത്തേണ്ട ധാർമ്മികത കൂടിയാണത്. മകളുടെ കമ്പനി നേരിടുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള അന്വേഷണം പാർട്ടിയെ അക്കാലത്ത് തന്നെ അറിയിച്ചിരുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. ഇനി അറിയിച്ചെങ്കിൽ തന്നെ എന്തു ചെയ്തു എന്ന ചോദ്യവും പ്രസക്തമാകുന്നു. നേരത്തെ നടക്കുന്ന അന്വേഷണങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും തുടർച്ചയാണ് ഇപ്പോഴത്തെ അന്വേഷണമെങ്കിൽ മാസപ്പടി വിവാദത്തിന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ ചാടിപ്പുറപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന ചോദ്യം പാർട്ടി നേതൃത്വത്തിനെതിരെയും ഉയരുന്നുണ്ട്. പാർട്ടി നേതൃത്വമുള്ളവരെ പോലും അതിശയിപ്പിച്ച പിന്തുണയായിരുന്നു മാസപ്പടി വിവാദത്തിൽ CPM വീണ വിജയന് നൽകിയത്. വിവാദ വ്യവസായിയുമായി മുഖ്യമന്ത്രിയുടെ മകളുണ്ടാക്കിയ ബിസിനസ് ബന്ധത്തിന്റെ ധാർമ്മികത വിശദീകരിക്കാൻ നേതൃത്വത്തിന് ഇനിയും കഴിയിട്ടില്ലെന്ന വിമർശനം പാർട്ടിക്കകത്ത് പല തലങ്ങളിൽ ഉയരുന്നുണ്ട്. എന്തൊക്കെയോ പന്തികേടുള്ള ഇടപാടാണെന്ന ധാരണ പാർട്ടിയിലും പൊതുസമൂഹത്തിലും ഉറയ്ക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദി ഇടപാടിലേർപ്പെട്ടവർ മാത്രമല്ല, അതിന് അനുഗ്രഹാശിസുകൾ നൽകിയവരും അതിനെ പിന്തുണച്ചവരും കൂടിയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.